എല്ലാം ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹത്തിൽ നിന്ന് വരികയും അവനിലേക്ക് മടങ്ങുകയും അവനിൽ വസിക്കുകയും ചെയ്യുന്നു എന്നവൾ വിശ്വസിച്ചു. തൻ്റെ ദിവ്യമണവാളിനെ പ്രീതിപ്പെടുത്തുവാൻ തക്കവിധം സ്നേഹാർദ്രമായ ത്യാഗത്തിൻ്റെ ആധ്യാത്മിക ശിശുത്വം അവളിൽ വിളങ്ങിയിരുന്നു. പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഈ പാതയിലാണ് അവളുടെ ആധ്യാത്മികതയുടെ അടിസ്ഥാനം പണിയപ്പെട്ടത്. കൊച്ചുത്രേസ്യായുടെ ഈ പാത അറിയപ്പെടുന്നത് ആധ്യാത്മിക ശിശുത്വത്തിൻ്റെ ചെറിയ പാത എന്നാണ്. എന്നാൽ ചെറിയ പാത എന്ന് അവൾ ഒരിക്കൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആധ്യാത്മിക ശിശുത്വം എന്ന് ഒരിക്കൽ പോലും അവൾ എഴുതിയിട്ടില്ല. ചെറുപുഷ്പത്തിൻ്റെ സഹോദരിയായ പൗളിനാണ് ചെറുപുഷ്പത്തിൻ്റെ ആധ്യാത്മികതയെ വ്യാഖ്യാനിക്കാനായി ആധ്യാത്മിക ശിശുത്വത്തിൻ്റെ പാത ചെറിയ പാത എന്ന് വിശേഷിപ്പിക്കുവാൻ തുടങ്ങിയത്. 1897 മെയ് മാസത്തിൽ തെരേസ അഡോൾഫ് റൗളിൻ അച്ഛൻ ഇപ്രകാരം എഴുതി: എൻ്റെ പാത ആത്മവിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റേതുമാണ്. മൗറീസ് ബെല്ലറിന് അവൾ അയച്ച കത്തിൽ പറയുന്നു: ഞാൻ എൻ്റെ പാത വഴി അങ്ങയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഒരിക്കൽ ആ പാതയിലൂടെ യേശു അങ്ങായും നടത്തുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കൊച്ചുത്രേസ്യയുടെ ആധ്യാത്മിക ശിശുത്വത്തെക്കുറിച്ച് ചേച്ചി സെലിൻ എഴുതുന്നു: ആധ്യാത്മിക ശിശുത്വം എന്നതാണല്ലോ തെരേസയുടെ കുറുക്കുവഴി. അത് പൂർണ്ണമായും അന്ധമായ പ്രത്യാശയുടെ മാർഗമാണ്. എങ്കിലും നമ്മുടെ വിശുദ്ധീകരണത്തിന് അവൾ ഒരിക്കലും നിസ്സാരയായിരുന്നില്ല. വിട്ടുകൊടുക്കുക, ക്ഷമിക്കുക, പിന്തിരിഞ്ഞോടുക ഇവയെല്ലാം കൊച്ചുത്രേസ്യയുടെ അനുദിന ജീവിതത്തിലെ അനുഷ്ഠാനങ്ങളായിരുന്നു. ഇതിന് വളരെയധികം ഉദാഹരണങ്ങൾ അവളുടെ ആത്മകഥയിൽ കാണാനാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ അവൾ വിശ്വസിച്ചിരുന്നു, ഏറ്റവും കയ്പുള്ളതുപോലും മധുരമായി യേശു പകർത്തുമെന്ന്. പ്രായോഗിക ജീവിതത്തിൽ അത് ഈ വഴിയിലൂടെയാണ് സഞ്ചരിച്ചത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുവും മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.